ഹലോ ഗൈസ്, ഡാർക്ക് വൈബ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് ഫുട്ബോൾ 2026 ഗ്രൂപ്പ് തല മത്സരങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഓരോ ഗ്രൂപ്പിലെയും കൂടുതൽ പോയിന്റുകളുള്ള മികച്ച 2 ടീമുകൾ അടുത്ത ഘട്ടമായിട്ടുള്ള നോക്കൗട്ട് റൗണ്ടിലേക്ക് കടക്കുമെന്ന് നമുക്കറിയാം. അപ്പോൾ ഇത്തവണത്തെ ഗ്രൂപ്പ് ഫോർമാറ്റുകളിൽ വലിയ വ്യത്യാസമുണ്ട്. 32 രാജ്യങ്ങൾക്ക് പകരം ഇത്തവണ 48 രാജ്യങ്ങളായതുകൊണ്ട് ഇതുവരെ നമ്മൾ കണ്ടുവന്നിട്ടുള്ള ആ പഴയ ഫോർമാറ്റിലല്ല ഇപ്രാവശ്യം മത്സരങ്ങൾ നടക്കുന്നത്. ഓരോ ഗ്രൂപ്പിലെയും 2 വീതം രാജ്യങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് പകരം ഇത്തവണ 12 ഗ്രൂപ്പിൽ നിന്നും 8 മൂന്നാം സ്ഥാനക്കാരെ കൂടെ അടുത്ത ഘട്ടത്തിലേക്ക് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അത് പറ്റിയിട്ടും ഈ ഗ്രൂപ്പ് സിസ്റ്റം എങ്ങനെയാണ് പോകുന്നത് എന്നതിനെ പറ്റിയിട്ടും വളരെ വിശദമായിട്ടൊരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ആ ഒരു വീഡിയോ കണ്ടു നോക്കുക. ഈ ഒരു വീഡിയോയിലെ വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ ഗ്രൂപ്പ് തല മത്സരങ്ങളിലെ 2 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ അടുത്ത ഘട്ടത്തിലേക്കുള്ള ടീമുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഇപ്പോഴേ മനസ്സിലായിട്ടുണ്ട്. എങ്കിലും 2 മത്സരങ്ങളിലും പരാജയം ഏറ്റുവാങ്ങിയെങ്കിലും 0 പോയിൻ്റ് ആണെങ്കിലും ഇപ്പോൾ നോക്കൗട്ടിലേക്ക് സാധ്യത നിലനിൽക്കുന്ന ടീമുകളുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ് 2 മത്സരങ്ങളിലും 0 പോയിൻ്റായിട്ടും അടുത്ത മത്സരത്തിലേക്ക് സാധ്യത നിലനിൽക്കുന്നത് എന്നും അത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണെന്നുമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നമുക്ക് തുടർന്ന് വരുന്ന കാര്യങ്ങളൊന്ന് പരിശോധിക്കാം. ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ള ടീമുകളെല്ലാം ആദ്യ 2 മത്സരങ്ങളും തോറ്റിട്ടുള്ളവരാണ്. ഇവർക്ക് 0 പോയിൻ്റ് മാത്രമാണുള്ളത്. ഗ്രൂപ്പ് സിയിൽ നിന്നും ഹെയ്റ്റി, ഡിയിൽ നിന്നും തുർക്കി, എഫ് ഗ്രൂപ്പിൽ നിന്നും ട്യൂണീഷ്യ, ഐ ഗ്രൂപ്പിൽ നിന്നും സെനഗൽ, ഇറാഖ്, ജെ ഗ്രൂപ്പിൽ നിന്നും ജോർദാൻ, കെ ഗ്രൂപ്പിൽ നിന്നും ഉസ്ബെക്കിസ്ഥാൻ, അതുപോലെ എൽ ഗ്രൂപ്പിൽ നിന്നും പനാമ. ഇവരെല്ലാം 0 പോയിൻ്റ് മാത്രമുള്ളവരാണ്. എങ്കിലും ഇവർക്ക് ഇപ്പോഴും അടുത്ത ഘട്ടത്തിലേക്കുള്ള സാധ്യത നിലനിൽക്കുന്നു. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അത് വളരെ സിമ്പിളാണ്. ഓരോ ഗ്രൂപ്പിൽ നിന്നും 2 വീതം ടീമുകൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ 24 ടീമുകളാവുന്നു. അതിനുശേഷം ഈ 12 ഗ്രൂപ്പിൽ നിന്നും ഏറ്റവും മികച്ച 8 മൂന്നാം സ്ഥാനക്കാരെ കൂടെ അടുത്ത ഘട്ടത്തിലേക്ക് പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ ആ 8 മൂന്നാം സ്ഥാനക്കാർ ആരൊക്കെയാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇവരുടെ സാധ്യതകൾ. അതായത് ഇനി ഇവരുടെ 3ാമത്തെ മത്സരത്തിൽ ഇവർ ജയിക്കുകയാണെങ്കിൽ ഇവർക്ക് 3 പോയിൻ്റ് ലഭിക്കും. അങ്ങനെ 3 പോയിൻ്റുകൾ ലഭിക്കുമ്പോൾ ഇവർ 3ാം സ്ഥാനക്കാരാവുന്നു. അങ്ങനെ 3ാം സ്ഥാനക്കാരായവരിൽ നിന്നും 8 രാജ്യങ്ങളെയാണ് പരിഗണിക്കുന്നത് എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനെ ഇവർ ഉയർന്ന ഗോൾ ഡിഫറൻസിലൊക്കെ ജയിക്കുകയാണെങ്കിൽ ഇവർക്കുള്ള സാധ്യത വീണ്ടും വർദ്ധിക്കുകയാണ്. 3ാം സ്ഥാനക്കാരെ പരിഗണിക്കുമ്പോൾ ഗോൾ ഡിഫറൻസ് ആയിരിക്കും മെയിൻ ക്രൈറ്റീരിയ എന്നറിയാമല്ലോ. അപ്പോൾ ഇതിൽ ഏറ്റവും അപകടം പിടിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ട്യൂണീഷ്യ, ഉസ്ബെക്കിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളൊക്കെ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള സ്റ്റേജിലുള്ള രാജ്യങ്ങളാണ്. കാരണം ട്യൂണീഷ്യയുടെ ഗോൾ ഡിഫറൻസ് -8 ആണ്, ഉസ്ബെക്കിസ്ഥാൻ -7 അതായത് ട്യൂണീഷ്യ സ്വീഡൻ മത്സരത്തിൽ 1 ഗോൾ അടിച്ചെങ്കിലും 5 ഗോളുകൾ വഴങ്ങേണ്ടി വന്നു. അതുപോലെ ട്യൂണീഷ്യ ജപ്പാനുമായിട്ട് മത്സരിച്ചപ്പോൾ ഗോളൊന്നും നേടാനാവാതെ 4 ഗോളുകൾ വഴങ്ങേണ്ടി വന്നു. അപ്പോൾ ടോട്ടൽ അടിച്ച ഗോളുകൾ 1, വഴങ്ങിയ ഗോളുകൾ 9 ആണ്. അപ്പോൾ ഗോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് -8 ആണ്. അതുപോലെ തന്നെ ഉസ്ബെക്കിസ്ഥാൻ്റെ കാര്യവും. അപ്പോൾ ഇവർക്ക് ഉയർന്ന ഗോൾ ഡിഫറൻസ് മൈനസായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ സാധ്യത വളരെ കുറവാണ് എന്ന് വേണമെങ്കിൽ പറയാം. മെച്ചപ്പെട്ട സാധ്യത ഉള്ളത് പനാമ, സെനഗൽ, ജോർദാൻ എന്നീ രാജ്യങ്ങളൊക്കെ കുറച്ച് കൂടുതൽ സാധ്യത ഉള്ള ടീമുകളാണ്. അപ്പോൾ ഇവർക്ക് നെക്സ്റ്റ് മത്സരത്തിൽ ജയത്തോടെ 3 പോയിന്റ് നേടാനാവുകയാണെങ്കിൽ അത് വലിയ സാധ്യത ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുമായി ബന്ധപ്പെട്ട 2-3 വീഡിയോകൾ നമ്മുടെ ചാനലിൽ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ കണ്ടു നോക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ തിരുത്തലുകൾ ഉണ്ടെങ്കിലോ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലൂടെ ആ കാര്യം ഒന്ന് അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.